സുസുക്കി എന്ന ചെറിയ കമ്പനി ആഗോള ഭീമനാക്കിയ തന്ത്രശാലി ഒസാമു സുസുക്കി. ഇന്ത്യൻ കാർ വിപണിക്കും ആഗോള കാർ വിപണിക്കും വലിയ സംഭാവനകൾ നൽകിയ വിപ്ലവകാരിയാണ് വിട പറഞ്ഞത്. ജാപ്പനീസ് വാഹന കമ്പനിയായ സുസുക്കിയുടെ പ്രശസ്തി ലോകം മുഴുവൻ എത്തിച്ചതിൽ പ്രധാനിയാണ് അദ്ദേഹം. 40 വർഷത്തോളമായി സുസുക്കിയെ നയിച്ച ഒസാമു ഏറ്റവും കൂടുതൽ കാലം ഒരു വാഹന കമ്പനിയെ നയിച്ച വ്യക്തി. ചെറിയ കാറുകളുടെ വിപ്ലവം വാഹന വിപണിയിലേക്കും എത്തിച്ചു. ജപ്പാനിലെ ജിഫിയിൽ 1930-ലാണ് ഒസാമ സുസുക്കിയുടെ ജനനം. 58-ൽ സുസുക്കി മോട്ടോഴ്സിലെത്തി. 4 പതിറ്റാണ്ടോളം സുസുക്കിയെ നയിച്ചു. സുസുക്കി സ്ഥാപകൻ മിഷിയോ സുസുക്കിയുടെ പേരക്കുട്ടിയാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. അങ്ങനെ സുസുക്കി കുടുംബപ്പേര് അദ്ദേഹത്തിന് സ്വന്തമായി. 1963-ൽ സുസുക്കിയുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് എത്തി. 15 വർഷങ്ങൾക്ക് ശേഷം 78-ൽ സുസുക്കിയുടെ പ്രസിഡന്റും സിഇഒയുമായി ഒസാമ മാറി. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കാർ വിപ്ലവം ആരംഭിച്ചു. ഏറെ ജനപ്രിയമായ മാരുതി 800 കാറിന്റെ ഉപജ്ഞാതാവ് ഒസാമു തന്നെ. 1983-ൽ ഇന്ത്യൻ വിപണിയിൽ സുസുക്കി എത്തിച്ചു. രാജ്യത്തിന്റെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളിലൊന്നായി സുസുക്കി മാറി. വളരെ സാധാരണക്കാർക്ക് പോലും താങ്ങാനാവുന്ന ചെറിയ കാറുകൾ നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലായിരുന്ന മാരുതി ഉദ്യോഗ് ലിമിറ്റഡുമായി ചേർന്ന് 800cc കാറുകൾ നിർമ്മിക്കാൻ ധാരണയിലെത്തി. അങ്ങനെ സാധാരണക്കാരന്റെ കാറായി മാരുതി 800 മാറി. 28 വർഷം കമ്പനിയുടെ പ്രസിഡന്റായി തുടർന്ന ഒസാമു 2000-ലാണ് ചെയർമാനായി ചുമതലയേൽക്കുന്നത്. 2021-ൽ അദ്ദേഹത്തിന്റെ 91-ാം വയസ്സിലാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.